ഞാൻ ഷിജു ഇരട്ടി. അപ്പോൾ ടേസ്റ്റി വീട്ടിലേക്ക് എല്ലാവർക്കും ഒരു അടിപൊളി സ്വാഗതം. അപ്പോൾ നമ്മുടെ കിച്ചാൻ ചെയ്യുന്നതിൻ്റെ കൂടെ അപ്പോൾ നമ്മളിന്ന് അടിപൊളിയായിട്ട് ഒരു അച്ചാർ റെഡിയാക്കാൻ പോകുന്നത്, ഒരു അടിപൊളിയായിട്ട് മാങ്ങ അച്ചാർ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ മാങ്ങ അച്ചാറിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നേരെ നമുക്ക് അച്ചാർ റെഡിയാക്കാം അല്ലേ. ബാ, ചട്ടീൻ്റെ അകത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഭക്ഷണം ആക്കുമ്പോൾ സഹായത്തിൻ്റെ ഒരാൾ നിർബന്ധമായിട്ടും വേണം. അതാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ, എന്നിട്ട് നമുക്ക് കടുക് അങ്ങോട്ട് കൊടുക്കാം. ഒരു 3/4 കിലോ മാങ്ങ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ. ഇതാ മാങ്ങ അച്ചാറിൻ്റെ സാധനങ്ങൾ. പിന്നെ നമ്മുടെ മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, പിന്നെ നമ്മുടെ അച്ചാർ പൊടി, പിന്നെ വിനാഗിരി. അപ്പോൾ നമുക്ക് ഇഞ്ചിയും പച്ചമുളക് ഇട്ടു, മുളക്, കറിവേപ്പില, ആ വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് കൊടുക്കാം. അത് നന്നായിട്ട് വാടി വന്നിട്ട് മുളക് പൊടി, അച്ചാർ പൊടി അങ്ങോട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വാടട്ടെ. മഞ്ഞൾപ്പൊടി ഇട്ട്, അപ്പോൾ അച്ചാർ പൊടി മുളക് പൊടി ഒന്ന് മിക്സാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. മുളക് പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അച്ചാറിന് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു. നമുക്ക് നോക്കിയിട്ട് പിന്നെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ. നമുക്ക് കുറച്ച് ഉലുവ അങ്ങോട്ട് കൊടുക്കാം. ഇതിന് ശേഷം ആ മാങ്ങ അങ്ങോട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുത്ത് അപ്പോൾ നമ്മളെ അച്ചാർ റെഡിയായി കഴിഞ്ഞു. പിന്നെ തീ അങ്ങ് ഓഫാക്കി വെക്കാം. കുറച്ച് വിനാഗിരി ഒഴിക്കാം. വിനാഗിരി കുറച്ച് ഒഴിച്ചാൽ മതി. കുറച്ച് വിനാഗിരി ഒഴിക്കാം. നന്നായിട്ട് ചൂട് തണിഞ്ഞിട്ട് നമുക്ക് ഡബ്ബയിലോട്ട് മാറ്റാം. ടേസ്റ്റ് നോക്കുവാന്ന്. അമ്മൂസ ടേസ്റ്റിൻ്റെ ആള്. ചൂടില്ലാലോ? നോക്ക് നോക്ക്. അപ്പോൾ സൂപ്പറാണ്. സൂപ്പ് ഒന്നും കൂടി താം. അപ്പോൾ ഇഷ്ടപ്പെട്ടെ. അപ്പോൾ സൂപ്പറാന്നില്ല ഫൈനൽ റിപ്പോർട്ട് കിട്ടി നമുക്ക്. ഉപ്പുള്ളുണ്ടോ? ആ, അടിപൊളി അച്ചാറാ. അടിപൊളി അച്ചാർ. അപ്പോൾ ഇത് 2 ദിവസം കഴിയുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. ഒരു ദിവസം 2 ദിവസം കഴിയുമ്പോൾ നല്ലതായിട്ട് ടേസ്റ്റ് വരും. അപ്പോൾ എല്ലാവരും ടേസ്റ്റ് കൊണ്ട് നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം അല്ലേ. ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. ഓക്കെ, ബൈ ടാറ്റാ.